ക്വിസ് 2025 ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 14 ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. സാംസൺ പോയത് എവിടേക്കാണ്? ഉത്തരം തിമ്നായിലേക്ക്. ചോദ്യം 2. തിമ്നായിലേക്ക് പോയ സാംസൺ അവിടെ വെച്ച് കണ്ടത് ആരെ? ഉത്തരം ഒരു ഫിലിസ്തീയ യുവതിയെ. ചോദ്യം 3. തിമ്നായിലേക്ക് പോയ സാംസൺ അവിടെ വെച്ച് ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടപ്പോൾ തിരിച്ചു വന്ന് സംസാരിച്ചത് ആരോട്? ഉത്തരം മാതാപിതാക്കന്മാരോട്. ചോദ്യം 4. തിമ്നായിലേക്ക് പോയ സാംസൺ അവിടെ വെച്ച് ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടപ്പോൾ തിരിച്ചു വന്ന് തന്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞത് എന്ത്? ഉത്തരം തിമ്നായിൽ ഞാനൊരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. ചോദ്യം 5. തിമ്നായിൽ ഞാനൊരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് പറഞ്ഞ സാംസണിനോട് മാതാപിതാക്കൾ പറഞ്ഞത് എന്ത്? ഉത്തരം നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചിതരായ ഫിലിസ്തീയരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? ചോദ്യം 6. എവിടെയെല്ലാം സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടാണോ നീ അപരിചിതരായ ഫിലിസ്തീയരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്നാണ് സാംസൺ മാതാപിതാക്കൾ ചോദിക്കുന്നത്? ഉത്തരം നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായം 3 വാക്യത്തിൽ ഫിലിസ്തീയർക്ക് നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം അപരിചിതരായ. ചോദ്യം 8. നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിചിതരായ ഫിലിസ്തീയരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ച മാതാപിതാക്കന്മാരോട് സാംസൺ പറഞ്ഞത് എന്ത്? ഉത്തരം അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചോദ്യം 9. അവളെ എനിക്ക് തരിക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് സാംസൺ പറഞ്ഞപ്പോൾ ഈ തീരുമാനം എന്താണെന്ന് മാതാപിതാക്കന്മാർക്ക് മനസ്സിലാകാതിരുന്നത്? ഉത്തരം കർത്താവിന്റെ ഹിതമാണെന്ന്. ചോദ്യം 10. കർത്താവ് ആർക്കെതിരായാണ് അവസരം പാർത്തിരുന്നത്? ഉത്തരം ഫിലിസ്തീയർക്കെതിരായി. ചോദ്യം 11. അക്കാലത്ത് ആരാണ് ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത്? ഉത്തരം ഫിലിസ്തീയർ. ചോദ്യം 12. അക്കാലത്ത് ഫിലിസ്തീയർ ആരുടെ മേലാണ് ആധിപത്യം പുലർത്തിയിരുന്നത്? ഉത്തരം ഇസ്രായേലിന്റെ മേൽ. ചോദ്യം 13. സാംസൺ മാതാപിതാക്കന്മാരുടെ കൂടെ പോയത് എവിടേക്ക്? ഉത്തരം തിമ്നായിലേക്ക്. ചോദ്യം 14. മാതാപിതാക്കന്മാരുടെ കൂടെ തിമ്നായിലേക്ക് പോയപ്പോൾ സാംസന്റെ നേരെ അലറി വന്നത് ആര്? ഉത്തരം ഒരു സിംഹക്കുട്ടി. ചോദ്യം 15. മാതാപിതാക്കന്മാരോട് കൂടെ തിമ്നായിലേക്ക് പോയപ്പോൾ സാംസന്റെ നേരെ സിംഹക്കുട്ടി അലറി വന്നത് എവിടെ വെച്ച്? ഉത്തരം ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ. ചോദ്യം 16. ഒരു സിംഹക്കുട്ടി അലറി വന്നപ്പോൾ സാംസന്റെ മേൽ ആവസിച്ചത് എന്ത്? ഉത്തരം കർത്താവിന്റെ ആത്മാവ്. ചോദ്യം 17. കർത്താവിന്റെ ആത്മാവ് സാംസണിൽ എപ്രകാരം ആവസിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം ശക്തമായി. ചോദ്യം 18. ആര് എന്ന പോലെ സാംസൺ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്നാണ് പറയുന്നത്? ഉത്തരം ആട്ടിൻകുട്ടിയെ എന്ന പോലെ. ചോദ്യം 19. എന്തുകൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ സാംസൺ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു എന്നാണ് പറയുന്നത്? ഉത്തരം ആയുധം കൂടാതെ. ചോദ്യം 20. തന്റെ നേരെ അലറി വന്ന സിംഹത്തെ ചീന്തിക്കളഞ്ഞ കാര്യം സാംസൺ അറിയിക്കാതിരുന്നത് ആരെ? ഉത്തരം മാതാപിതാക്കന്മാരെ. ചോദ്യം 21. സാംസൺ ആരോട് സംസാരിച്ചു എന്നാണ് 7 വാക്യത്തിൽ പറയുന്നത്? ഉത്തരം ആ സ്ത്രീയോട്. ചോദ്യം 22. സാംസൺ ഫിലിസ്തീയ യുവതിയെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നത് എപ്പോൾ? ഉത്തരം കുറച്ചുനാൾ കഴിഞ്ഞ്. ചോദ്യം 23. ഫിലിസ്തീയ സ്ത്രീയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന സാംസൺ വഴിമധ്യേ എന്ത് കാണുവാനാണ് തിരിഞ്ഞു നോക്കിയത്? ഉത്തരം ആ സിംഹത്തിന്റെ ഉടൽ കാണാൻ. ചോദ്യം 24. സിംഹത്തിന്റെ ഉടൽ കാണാൻ തിരിഞ്ഞു നോക്കിയ സാംസൺ സിംഹത്തിന്റെ ശരീരത്തിൽ കണ്ടത് എന്ത്? ഉത്തരം ഒരു തേൻകൂട്. ചോദ്യം 25. സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട് കണ്ടപ്പോൾ സാംസൺ ചെയ്തത് എന്ത്? ഉത്തരം
അത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചു. ചോദ്യം 26. സിംഹത്തിന്റെ ശരീരത്തിൽ കണ്ട തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് സാംസൺ ആരുടെ അടുത്താണ് എത്തിയത്? ഉത്തരം മാതാപിതാക്കളുടെ. ചോദ്യം 27. സിംഹത്തിന്റെ ശരീരത്തിലെ തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ച സാംസൺ മാതാപിതാക്കളുടെ അടുത്തെത്തി ചെയ്തത് എന്ത്? ഉത്തരം അവർക്കും അത് ഭക്ഷിക്കാൻ കൊടുത്തു. ചോദ്യം 28. തേൻ എവിടെ നിന്ന് എടുത്തതാണ് എന്നാണ് സാംസൺ മാതാപിതാക്കളോട് പറയാതിരുന്നത്? ഉത്തരം ചത്ത സിംഹത്തിന്റെ ഉടലിൽ നിന്ന്. ചോദ്യം 29. സാംസന്റെ പിതാവ് എവിടേക്കാണ് പോയത്? ഉത്തരം യുവതിയുടെ വീട്ടിലേക്ക്. ചോദ്യം 30. യുവതിയുടെ വീട്ടിലേക്ക് തന്റെ പിതാവ് പോയപ്പോൾ സാംസൺ അവിടെ നടത്തിയത് എന്ത്? ഉത്തരം ഒരു വിരുന്ന്. ചോദ്യം 31. ആര് തങ്ങളുടെ പിതാവ് യുവതിയുടെ വീട്ടിൽ വരുമ്പോൾ വിരുന്ന് നടത്തുക പതിവായിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം യുവാക്കന്മാർ. ചോദ്യം 32. സാംസനോട് കണ്ടപ്പോൾ അവിടുത്തുകാർ എത്ര പേരെയാണ് തോഴരായി കൊടുത്തത്? ഉത്തരം 30 പേരെ. ചോദ്യം 33. തനിക്ക് തോഴരായി ലഭിച്ച 30 പേരോട് സാംസൺ താൻ എന്ത് പറയാം എന്നാണ് പറഞ്ഞത്? ഉത്തരം ഒരു കടങ്കഥ. 34. താൻ ചോദിക്കുന്ന കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞാൽ എന്ത് തരാം എന്നാണ് സാംസൺ തോഴന്മാരോട് പറഞ്ഞത്? ഉത്തരം ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും. ചോദ്യം 35. ഏത് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാലാണ് ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാമെന്ന് സാംസൺ തന്റെ തോഴരോട് പറഞ്ഞത്? ഉത്തരം വിരുന്നിന്റെ 7 ദിവസത്തിനകം. ചോദ്യം 36. തന്റെ കടങ്കഥയ്ക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ എന്ത് തനിക്ക് തരണം എന്നാണ് സാംസൺ തന്റെ തോഴന്മാരോട് പറയുന്നത്? ഉത്തരം 30 ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും. ചോദ്യം 37. ഇത്രയും പറഞ്ഞപ്പോൾ തോഴന്മാർ സാംസനോട് പറഞ്ഞത് എന്ത്? ഉത്തരം നിന്റെ കടംകഥ കേൾക്കട്ടെ. ചോദ്യം 38. സാംസൺ തന്റെ തോഴന്മാരോട് പറഞ്ഞ കടംകഥ എന്ത്? ഉത്തരം ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. ചോദ്യം 39. 3 ദിവസമായിട്ടും തോഴന്മാർക്ക് പിടികിട്ടാതിരുന്നത് എന്ത്? ഉത്തരം കടങ്കഥയുടെ പൊരുൾ. ചോദ്യം 40. എത്രാം ദിവസമാണ് തോഴന്മാർ സാംസന്റെ ഭാര്യയോട് കടങ്കഥയെക്കുറിച്ച് പറയുന്നത്? ഉത്തരം 4-ാം ദിവസം. ചോദ്യം 41. 4-ാം ദിവസം തോഴന്മാർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത് എന്ത്? ഉത്തരം നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക. ചോദ്യം 42. നിന്റെ ഭർത്താവിനെ വശീകരിച്ച് എന്ത് ഞങ്ങളോട് പറയുക എന്നാണ് തോഴന്മാർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം കടങ്കഥയുടെ പൊരുളറിഞ്ഞ്. ചോദ്യം 43. നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ എന്ത് ചെയ്യുമെന്നാണ് തോഴന്മാർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞത്? ഉത്തരം കുടുംബത്തോടെ ചുട്ടിരിക്കും. ചോദ്യം 44. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് എന്നാണ് തോഴന്മാർ സാംസന്റെ ഭാര്യയോട് ചോദിക്കുന്നത്? ഉത്തരം ദരിദ്രരാക്കാനാണോ? ചോദ്യം 45. സാംസന്റെ ഭാര്യ സാംസന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്ത്? ഉത്തരം നിനക്കെന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. ചോദ്യം 46. എന്റെ ആളുകളോട് നീ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ് സാംസന്റെ ഭാര്യ അവനോട് പറയുന്നത്? ഉത്തരം ഒരു കടംകഥ. ചോദ്യം 47. എന്റെ ആളുകളോട് നീ ഒരു കടംകഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അത് എന്തെന്ന് എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ ഭാര്യയോട് സാംസൺ പറയുന്ന മറുപടി എന്ത്? ഉത്തരം എന്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ അത് നിന്നോട് പറയുമോ? ചോദ്യം 48. ആരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ നിന്നോട് പറയുമോ എന്നാണ് സാംസൺ തന്റെ ഭാര്യയോട് ചോദിക്കുന്നത്? ഉത്തരം മാതാപിതാക്കന്മാരോട് പോലും. ചോദ്യം 49. എത്ര ദിവസം വരെ അവൾ കേണു ചോദിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം 7-ാം ദിവസം വരെ. ചോദ്യം 50. എത്ര ദിവസമാണ് വിരുന്ന് അവസാനിക്കുന്നത്?
ഉത്തരം ഏഴാം ദിവസം. ചോദ്യം 51. എന്തുമൂലമാണ് സാംസൺ തന്റെ കടങ്കഥയുടെ പൊരുൾ ഭാര്യയ്ക്ക് വെളിപ്പെടുത്തിയത്? ഉത്തരം ഭാര്യയുടെ നിർബന്ധം മൂലം. ചോദ്യം 52. ഭാര്യയുടെ നിർബന്ധം മൂലം സാംസൺ കടങ്കഥയുടെ ഒരു വെളിപ്പെടുത്തിയപ്പോൾ ഭാര്യ ആരോടാണ് അത് പറഞ്ഞത്? ഉത്തരം തന്റെ ആളുകളോട്. ചോദ്യം 53. തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് എന്ന് സാംസണോട് ചോദിച്ചത് ആരാണ്? ഉത്തരം പട്ടണവാസികൾ. ചോദ്യം 54. തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് എന്ന് പട്ടണവാസികൾ സാംസണോട് പറഞ്ഞത് എപ്പോൾ? ഉത്തരം ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ്. ചോദ്യം 55. ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പട്ടണവാസികൾ വന്ന് സാംസണോട് പറഞ്ഞത് എന്ത്? ഉത്തരം തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? ചോദ്യം 56. എന്ത് ചെയ്തിരുന്നില്ലെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾക്ക് മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ തോഴന്മാരോട് പറയുന്നത്? ഉത്തരം എന്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ. ചോദ്യം 57. ആരാണ് സാംസന്റെ മേൽ ശക്തിയോടെ വന്നത്? ഉത്തരം കർത്താവിന്റെ ആത്മാവ്. ചോദ്യം 58. കർത്താവിന്റെ ആത്മാവ് എപ്രകാരമാണ് സാംസന്റെ മേൽ വന്നത്? ഉത്തരം ശക്തിയോടെ. ചോദ്യം 59. എവിടെ ചെന്നാണ് സാംസൺ കൊള്ളയടിച്ചത്? ഉത്തരം അഷ്കലോണിൽ. ചോദ്യം 60. അഷ്കലോണിൽ ചെന്ന് സാംസൺ എത്ര പേരെയാണ് കൊന്നത്? ഉത്തരം 30 പേരെ. ചോദ്യം 61. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന സാംസൺ കൊള്ളയടിച്ചത് എന്ത്? ഉത്തരം വിശേഷ വസ്ത്രങ്ങൾ. ചോദ്യം 62. അഷ്കലോണിൽ നിന്ന് കൊള്ളയടിച്ച വിശേഷ വസ്ത്രങ്ങൾ സാംസൺ ആർക്കാണ് കൊടുത്തത്? ഉത്തരം കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക്. ചോദ്യം 63. കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്ത ശേഷം സാംസൺ പോയത് എവിടേക്ക്? ഉത്തരം തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക്. ചോദ്യം 64. കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് കൊടുത്ത ശേഷം എപ്രകാരമാണ് സാംസൺ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയത്? ഉത്തരം കോപാഗ്രന്തനായി. ചോദ്യം 65. സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായി എന്നാണ് അവസാന വാക്യത്തിൽ പറയുന്നത്? ഉത്തരം സാംസന്റെ മണവാളത്തോഴന്റെ. നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം. സിംഹത്തിന്റെ ശരീരത്തിൽ കണ്ട തേൻകൂട് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് സാംസൺ ആരുടെ അടുത്തേക്കാണ് എത്തിയത്? നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. നന്ദി.